മക്കളെ, ഇന്ന് നമുക്ക് മിലേ സബ്കോ എന്ന കവിത പഠിക്കാം. ആത്മരഞ്ജനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ വായന നോക്കാം. ഓക്കെ, കവിത മിലേ സബ്കോ. बहुत जरूरी है कि मिले सबको उगने के लिए थोड़ी सी मिट्टी എന്നാണ് मिट्टी बूंद भर नमी थोड़ी सी हवा और धूप गिलने के लिए पकने के लिए थोड़ी सी आग बहुत जरूरी है मिले सबको पंग और उड़ने के लिए गुला एक आसमान उससे भी ज़्यादा ज़रूरी कि मिले सबको जीने के लिए ज़मीन. ഇത്രയാണ് ഈ കവിത ഉള്ളത്. ചെറിയൊരു കുഞ്ഞു കവിതയാണ്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. മിലേ സബ്കോ ആത്മരഞ്ജൻ. മില്ലാണ് ലഭിക്കുക എന്നുള്ള അർത്ഥമാണ്. സബ്കോ എല്ലാവർക്കും ലഭിക്കണം, എല്ലാവർക്കും കിട്ടണം. അതാണ് കവിതയുടെ ടൈറ്റില്. ബഹുത്ത് ജരൂരി ഹേ കി മിലേ സബ്കോ. ബഹുത്ത് പറഞ്ഞാൽ വളരെയധികം, കൂടുതൽ, വളരെയധികം. ജരൂരി അത്യാവശ്യം, വളരെ അത്യാവശ്യം. ഹേ ആണ്, വളരെ അത്യാവശ്യമാണ്. കി എന്തെന്നാൽ, മിലേ സബ്കോ എല്ലാവർക്കും കിട്ടണം. ഉഗ്നേ കേ ലിയേ ദോഡി സി മിട്ടി. ദോഡി പറഞ്ഞ അല്പം, ദോഡി സി അല്പം, മിട്ടി മണ്ണ്, ബൂന്ത് ബർ നമി ഒരു തുള്ളി, നമി നനവ്, അതായത് വെള്ളം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഉഗ്ന പറഞ്ഞാല് മുളയ്ക്ക, ഉഗ്നേ കേലി മുളയ്ക്കാൻ വേണ്ടി. നമുക്കതിൻ്റെയൊക്കെ അർത്ഥം നോക്കാം. ബഹുത്ത് ജരൂരി വളരെ അത്യാവശ്യം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബഹുത്ത് ജരൂരി വളരെ അത്യാവശ്യം. ഉഗ്നേ കേലിയെ മുളയ്ക്കാൻ വേണ്ടി, മിട്ടി മണ്ണ്, ബൂന്ത് ബർ നമി അല്പം നനവ്. ബൂന്ത് ബർ നമി പറഞ്ഞാൽ അല്പം നനവ്. ബൂന്ത് പറഞ്ഞാൽ തുള്ളി എന്നർത്ഥമാണ്, വെള്ളത്തുള്ളി എന്നർത്ഥമാണ്. നമി പറഞ്ഞാൽ നനവ് എന്നർത്ഥവുമാണ്. അപ്പോൾ ബൂന്ത് ബർ നമി പറഞ്ഞാൽ, ബൂന്ത് പറഞ്ഞ ഒരു തുള്ളി അല്ല, ഒരു തുള്ളി നനവ് എന്ന് പറഞ്ഞാൽ അല്പം നനവ്. പക്കനെ കേലിയെ അത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ, അത് നോക്കാം. പക്കനെ കേലിയെ ദോഡി സി മിട്ടി ബൂന്ത് ബർ നമി. ദോഡി സി ഹവ, ഹവ പറഞ്ഞ കാറ്റ്. ദോഡി സി ഹവ അല്പം കാറ്റ്. ഔർ ധൂപ്, ധൂപ് പറഞ്ഞ വെയിൽ. ഔർ ധൂപ് അല്പം കാറ്റ് വേണം, പിന്നെന്ത് വേണം, വെയിൽ വേണം, സൂര്യപ്രകാശം വേണം അല്ലെ. ഗിലിനെ കേലി എന്തിനാണ് ഇത് വേണ്ടത്? ഗിലിനെ കേലി വിരിയാൻ വേണ്ടി. ഗിലിനെ പറഞ്ഞാൽ വിരിയുക. കുറച്ച് കാറ്റും കുറച്ച് വെളിച്ചവും വേണം. എന്തിന്? പ്രകാശം വേണം. എന്തിനു വേണ്ടിയിട്ട്? ഗിലിനെ കേലിയെ വിരിയാൻ. പൂക്കളൊക്കെ വിരിയൂലേ, വിരിയാൻ വേണ്ടിയിട്ട്. പക്കനെ കേലിയെ ദോഡി സി ആഗ്. ആഗ് പറഞ്ഞാൽ അഗ്നി, തീ, അഗ്നിയാണ് ആഗ്. പക്കനെ കേലിയെ പാകപ്പെടുത്താൻ. പക്കനെ കേലിയെ മീനിങ് നോക്കാം. പാകപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പക്കനെ കേലിയെ പാകപ്പെടാൻ വേണ്ടി, ദോഡി സി ആഗ് അല്പം ആഗ് വേണം, അഗ്നി വേണം. बहुत जरूरी है मिले सबको पंग. बहुत
ബഹുത്ത് സരൂരിയെ വളരെ അത്യാവശ്യമാണ്. മിലേ സബ്കോ പങ്ക് എല്ലാവർക്കും എന്ത് വേണം? മിലേ സബ്കോ കിട്ടണം എല്ലാവർക്കും. പങ്ക് ചിറക് എന്തിനു വേണ്ടിയാണ്? ഔർ ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും പറക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് കിട്ടേണ്ട കാര്യം എന്താണ്? ചിറക് അല്ലേ? പങ്ക് ചിറക്. ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി. നമുക്ക് മീനിങ് നോക്കാം. പങ്ക് ചിറക്. ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി. ഉടനെ പറഞ്ഞാൽ പറക്കുക. ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി ചിറക് വേണം. സബ്കോ എല്ലാവർക്കും. മിലെ ലഭിക്കണം. എല്ലാവർക്കും ലഭിക്കണം. എന്ത്? ചിറക്. പങ്ക് ചിറക്. എന്തിനു വേണ്ടി? ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി. അടുത്ത നോക്കാം. ഗുല ഏക്ക് ആസമാൻ. പിന്നെ എന്താണ്? ഗുല തുറന്ന ഒരു ആസമാൻ ആകാശം. വിശാലമായ ഒരു ആകാശം. തുറന്ന ആകാശം എന്ന് പറഞ്ഞാൽ വിശാലമായ ആകാശം. ആകാശത്തിലാണ് എന്ത് ചെയ്യുക? പക്ഷികളൊക്കെ പറന്ന് നടക്കല്ലേ. അപ്പോൾ പറക്കാനുള്ള സ്ഥലവും കൂടെ വേണം, സൗകര്യവും കൂടെ വേണം. ചിറകുകൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ചിറകുള്ളൊരു പക്ഷീനെ കൂട്ടിലടച്ചിട്ട് കഴിഞ്ഞാൽ അതിന് പറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് സ്വാതന്ത്ര്യം വേണം അല്ലേ? പറക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം വേണം. സ്വതന്ത്രമായിട്ട് പറന്നു നടക്കാൻ വിശാലമായ ആകാശം വേണം. उससे भी ज़्यादा ज़रूरी की मिले सबको. उससे भी ज़्यादा ज़रूरी അതിനേക്കാൾ കൂടുതൽ ആവശ്യം, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ज़्यादा പറഞ്ഞാൽ കൂടുതൽ, അതിനേക്കാളെല്ലാം കൂടുതൽ അത്യാവശ്യമായിട്ട്. സരൂരി അത്യാവശ്യം. മിലേ സബ്കോ എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും കിട്ടേണ്ട, വളരെ അത്യാവശ്യമായിട്ട് എല്ലാവർക്കും കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ജീനെ കേലിയെ ജമീൻ. ഭൂമി എന്തിനു വേണ്ടി? ജീനെ കേലിയെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സെമീൻ ഭൂമി വേണം. വളരെ അത്യാവശ്യമായിട്ട് ജീവിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? ഭൂമി വേണം. ഗുല ആസമാൻ വിശാലമായ ആകാശം. ജീനെ കേലിയെ ജീവിക്കാൻ വേണ്ടി. ജമീൻ ഭൂമി. ജീവിക്കാൻ വേണ്ടി ഭൂമി വേണം. വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ജീവിക്കാൻ വേണ്ടി ഭൂമിയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. വളരെ അത്യാവശ്യമാണ് നമുക്ക് ഉഗ്നേ കേലിയെ മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉഗ്നേ കേലിയെ എന്താ വേണ്ടത്? മുളയ്ക്കാൻ വേണ്ടി അല്പം മണ്ണും ഒരു തുള്ളി വെള്ളവും വേണം. കുറച്ച് നനവും വേണം അല്ലേ? അപ്പം എന്താ വേണ്ടത്? മണ്ണും വെള്ളവും വേണം. എന്തിനു വേണ്ടിയിട്ട്? മുളയ്ക്കാൻ വേണ്ടി. ചെടികളൊക്കെ മുളയ്ക്കാൻ മണ്ണും വേണം, വെള്ളവും വേണം. ദോഡിസി ഹവ ഓർ ദൂബ് ഗിലിനെ കേലിയെ. പിന്നെ വിരിയാൻ വേണ്ടി. ഗിലിനെ കേലിയെ വിരിയാൻ വേണ്ടിയിട്ട് അല്പം കാറ്റും വേണം, പ്രകാശവും വേണം. പക്കിനെ കേലിയെ ദോഡിസി ആഗ്. പിന്നെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് അഗ്നി വേണം. അഗ്നി. ബഹുത്ത് സരൂരി ഹേ മിലേ സബ്കോ പങ്ക് ഓർ ഉടനെ കേലിയെ പറക്കാൻ വേണ്ടി എന്ത് വേണം? പങ്ക് വേണം. പറക്കാൻ വേണ്ടി പങ്ക് വേണം. ഉടനെ കേലിയെ പങ്ക്. ഗുല ഏക്ക് ആസമാൻ. അത് കൂടാതെ തുറന്ന ഒരാകാശവും വേണം. വിശാലമായ ഒരാകാശവും വേണം, ചിറകും വേണം. എന്തിനു വേണ്ടി? പറക്കാൻ വേണ്ടി. ഉടനെ കേലിയെ പങ്ക് ഓർ ആസമാൻ അല്ലേ? പങ്ക് വേണം, അതുപോലെ തന്നെ ആസമാനും വേണം. പങ്ക് ഓർ ആസമാൻ ഉടനെ കേലിയെ. ഉസ്സേ ബി ज़्यादा ज़रूरी की मिले सबको जीने के लिए ज़मीन. അതിനേക്കാൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ജീവിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വേണം. അത്രയാണ് ആ കവിത ഉള്ളത്. എല്ലാവരും നന്നായിട്ട് കവിത വായിച്ച് പഠിക്കുക, മീനിങ് മനസ്സിലാക്കുക, ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് പാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ക്ലാസ് ചെയ്യാൻ വേണ്ടി വൈകിയത്. എല്ലാവരും ക്ലാസ് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.